ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന ഒരു മനുഷ്യൻ താനൊരു വെള്ള പേപ്പർ എടുത്ത് ആ പേപ്പറിന്റെ നടുവിൽ പേന കൊണ്ട് ചെറിയ ഒരു മാർക്കിട്ടു, ഒരു കറുത്ത മാർക്ക്, ഒരു ഡോട്ട്. അദ്ദേഹം ആ പേപ്പർ ഉയർത്തി എല്ലാവരോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത്? ഭൂരിപക്ഷം ആളുകളും പറഞ്ഞു, നടുക്കൊരു കറുത്ത ഡോട്ട് കാണുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചത് നടുക്കുള്ള ഡോട്ടിലേക്കാണ്. എന്നാൽ കേവലം 1-2 ആളുകൾ പറഞ്ഞു, ഒരു വെള്ള പേപ്പർ ഞാൻ കാണുന്നുണ്ട്. പല സമയത്തും നന്മ കാണുന്നതിനേക്കാളും കൂടുതൽ തിന്മയാണ് ആളുകൾ കാണുന്നതും വിലയിരുത്തുന്നതും. മറ്റുള്ളവരിലെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ, കുറവുകൾ കണ്ടുപിടിക്കാൻ നാം എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ തെറ്റുകളെ മറച്ചുവെക്കാനാണ് മറ്റുള്ളവരുടെ തെറ്റുകളെ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് എന്നതാണ് ശരി. നമുക്കുണ്ടാകുന്ന തെറ്റുകളെ മറച്ചുവെക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ തെറ്റുകളെ നമ്മൾ വിരൽ ചൂണ്ടുന്നത്. കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. പല സമയങ്ങളിലും നമ്മുടെ തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകാറുണ്ട്. തിന്മയെ കാണുന്ന, തിന്മയെ ആലിംഗനം ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തിയതായി കാണുന്നുണ്ട്. 1-ാം ദിവസവും 2-ാം ദിവസവും ഒക്കെ സൃഷ്ടിപ്പ് നടത്തി. സൃഷ്ടിപ്പ് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം സൃഷ്ടിച്ചതിനെ നല്ലതെന്ന് ദൈവം കാണുകയാണ്. ജീവിതത്തിൽ നല്ലതിനെ കാണാൻ, നല്ലതിനെ ചേർത്ത് പിടിക്കാൻ, നല്ലതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ തന്നെ ഒന്ന് പരിശീലിപ്പിക്കാം. നമ്മുടെ ചുറ്റും തിന്മ നിറഞ്ഞൊരു ലോകമാണ്. ആളുകൾ തിന്മയുടെ ഉറവിടമായി മാറുകയാണ്. അവരിലും ഒരു നന്മ കണ്ടുപിടിക്കണം. അവരിലും ഒരു നന്മയുടെ വശമുണ്ട്. എല്ലാവരിലും ഒരു നന്മയുടെ വശമുണ്ട്. ഈ നന്മയുടെ വശമാണ് നാം കാണേണ്ടത്. മറ്റുള്ളവരുടെ തെറ്റുകളെ മാത്രം കാണാൻ ശ്രമിച്ചാൽ അപ്രകാരമേ പോകത്തുള്ളൂ. ഞാൻ സാധാരണയായിട്ട് ഈ പേപ്പറുകളിലെ തെറ്റുകൾ തിരുത്താൻ പ്രൂഫ് റീഡ് ചെയ്യാറുണ്ട്. കുറേ വർഷങ്ങളായി പ്രൂഫ് റീഡ് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു പേപ്പർ എൻ്റെ കിട്ടിയാൽ, പ്രിന്റ് ചെയ്ത പേപ്പറാണ്, എഴുതിയ പേപ്പറാണെങ്കിൽ തെറ്റുകൾ മാത്രമാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെടുന്നത്. പല ആളുകളും കാണാത്തത് ഞാൻ കാണും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ തെറ്റുകൾ മാത്രം കണ്ട് ശീലിച്ചു പോയോണ്ട്. പല ആളുകളും അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തെറ്റുകളെ പെട്ടെന്ന് കാണുന്ന ആളുകളുണ്ട്. അത് മാത്രം നോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. തിന്മ മാത്രം അല്ല, തിന്മ മാത്രം കാണാനല്ല, നന്മ കാണുക. എല്ലാവരിലും നന്മയുണ്ട്. പല സമയത്തും നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ തെറ്റുകളെ നാം ഉയർത്തി കാണിക്കുന്നത് എന്ന് പറയാറുണ്ട്. നമുക്കുള്ള തെറ്റുകൾ, അപജയങ്ങളെ നമ്മൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ തെറ്റുകളെ ഉയർത്തി കാണിക്കും. തിന്മയാണ് നാം പലപ്പോഴും കാണുന്നത്. തിന്മയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. എന്നാൽ നന്മയാൽ തിന്മയെ ജയിക്കാൻ, സകലത്തെയും നല്ലതെന്ന് കാണാൻ, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ, അതിനകത്തും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും. അതെ, നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ, പരാജയങ്ങൾ, അത് നല്ലതിനു വേണ്ടിയാണ്. അത് നിങ്ങളെ കൂടുതൽ പണിയും, നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ നന്നാക്കും. അതെ, എല്ലാം നല്ലതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാതിപ്പെട്ട്, നിരാശപ്പെട്ട് മറ്റുള്ളവരെ കുറ്റം ചാർത്തിയിരിക്കേണ്ട. നിങ്ങൾ പറയണം, നല്ലതിനു വേണ്ടിയാണ്. ചിലരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തി വിട്ടുപോയതും നല്ലതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില നന്മകൾ ലഭിക്കാതെ പോയതും അത് നല്ലതിനു വേണ്ടിയാണ്. അതുകൊണ്ട് പറയണം, സകലതും നല്ലതാ, നല്ലതിനു വേണ്ടിയാണ്. ദൈവം പോലും ഭൂമിയെ സൃഷ്ടിച്ചിട്ട് നല്ലത് തന്നെയാണ് കണ്ടത്. നല്ലതാണോ എല്ലാം? കടിക്കുന്ന പാമ്പിനെ പോലെയുള്ള വിഷമുള്ള പ്രാണികളും ജീവികളുമുണ്ട്. പക്ഷേ അത് നല്ലതിനു വേണ്ടിയാണ്. നമ്മുടെ പ്രകൃതിയെ പഠിക്കാമെങ്കിൽ നമുക്കറിയാം, ഈ പാമ്പും ഈ ഉരകങ്ങളെല്ലാം, ഈ ചെറിയ ജീവികളെല്ലാം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളാണ്. ആ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സകലതും നല്ലതിനു വേണ്ടിയാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ കുറ്റങ്ങൾ, തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് പകരം നല്ലത് കണ്ടുപിടിക്കാം. നല്ലതിനോട് ചേർന്ന് നിൽക്കാം. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റി നിൽക്കാം. അതെ, സകലതും നല്ലതെന്ന് ദൈവം കണ്ടെങ്കിൽ നമുക്കും നല്ലത് കാണാം, മറ്റുള്ളവരുടെ നന്മകൾ കാണാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നല്ലതും നന്മകളും ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ കഴിയും. ഈ ദിവസവും സന്തോഷപൂർണ്ണമാകട്ടെ, നന്മകളാൽ പൂരിതമാകട്ടെ, നമ്മുടെ അന്തരംഗം സന്തോഷം കൊണ്ട് നിറയട്ടെ. ദൈവത്തിന് നന്ദി കൊടുക്കാനായി സമയത്തെ മാറ്റിവെക്കാം. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.